എഡിറ്ററോട് ചോദിക്കാം എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് ചോദ്യവുമായി എത്തുന്നത് ഇടുക്കിയിൽ നിന്നും വിഷ്ണുവാണ്. കേട്ടുവരാം. എൻ്റെ പേര് വിഷ്ണു. സാർ എപ്പോഴും ചർച്ചകളിലെല്ലാം ഒരു ഇടത് അനുഭാവം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഒരു ഇടതുപക്ഷ സംഘടനകളിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ അങ്ങനെ എന്ന് എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് പൊതുവെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എപ്പോഴൊക്കെ നിലപാടെടുക്കുമ്പോഴും അതിനകത്തൊരു ഇടത് നിലപാട് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ ഇടതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണയുടെ ഒരു പ്രശ്നം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടത് എന്ന് പറഞ്ഞാൽ അത് CPM-ഓ CPI-യോ മാത്രമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് കുറച്ചുകൂടി വിശാലമായ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നൊരു നിലപാടാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതേസമയം മറ്റു പാർട്ടികൾ അത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെയും നമ്മൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയും വേണം. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു. പൂർണ്ണമായും ഏകദേശം 10-13 വർഷം ഗവേഷണവും ഗവേഷണത്തിനെ തുടർന്നുള്ള പഠനങ്ങളും PG-യും ഒക്കെ ആയിട്ട് 10 വർഷത്തോളം കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പസിലൊക്കെ അവിടെ ആകെ പ്രധാനമായിട്ടും അക്കാലത്ത് SFI എന്ന സംഘടന മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ SFI എന്ന സംഘടനയിൽ ഔദ്യോഗികമായ അംഗമോ ഔദ്യോഗികമായ നേതൃസ്ഥാനങ്ങളിലേക്കോ ഒന്നും എത്തിയിരുന്നില്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. SFIയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കൾ KSUവിലും കുറച്ച് സുഹൃത്തുക്കൾ ABVP-യിലും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ക്യാമ്പസിൽ ABVP അത്ര വലിയ ശക്തമൊന്നുമായിരുന്നില്ല. പക്ഷേ ABVP-യിലും നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ASF-ലും സുഹൃത്തുക്കളുണ്ട്. KSUവിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കോളേജിലെ വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്നത് KSU എന്ന സംഘടനയിലെ സുഹൃത്തുക്കളുമായി ചേർന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു സംഘടന സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ രാഷ്ട്രീയ വീക്ഷണമൊന്നും രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ സംവാദങ്ങളും ചർച്ചകളും പ്രത്യേകിച്ചുള്ള നമ്മുടെ പഠനങ്ങളും വായനകളും ഒക്കെ നമ്മുടെ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു പാർട്ടിയുടെ മാത്രം ഒരു സ്പോക്ക് പേഴ്സണായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോഴുമില്ല, പണ്ട് കാലത്തുമില്ല. പക്ഷേ ശരി ആര് ചെയ്താലും നമ്മൾ ശരിയെന്ന് പറയും, തെറ്റാര് ചെയ്താലും തെറ്റെന്ന് നമ്മൾ പറയുകയും ചെയ്യും. അതിനാണല്ലോ നമ്മൾ ഈ ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത്രമാത്രമേ ഉള്ളൂ വിഷ്ണു. അപ്പോൾ ഇടത് എന്ന് പറയുന്നത് വിശാലമായ രാഷ്ട്രീയ ഇടത് എന്ന അർത്ഥത്തിൽ മാത്രം എടുക്കുക. അത് മാനവപക്ഷത്ത് നിൽക്കുന്ന ഇടതാണ്. രാജാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്നതല്ല. രാജാവ് തെറ്റു ചെയ്യുമ്പോഴും രാജാവിന് നേരെ വിരൽ ചൂണ്ടുന്നതാണ് ഇടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്ക് യു വിഷ്ണു. ഈ ചോദ്യത്തിന് ഇത് കുറേ പ്രേക്ഷകർക്ക് സംശയമുണ്ടാകും. താങ്കൾ പലപ്പോഴും CPM-നോ CPI-ക്കോ ഇടതുപക്ഷത്തിനോ ഒക്കെ വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ. വിശാലമായ രാഷ്ട്രീയ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിലൊരു സ്ഥാനമുണ്ട്. അത് കേവലം മാർക്സിസ്റ്റ് ആശയത്തിന് മാത്രമല്ല. മാർക്സിനോടൊപ്പം തന്നെ ലോഹിക്കൊപ്പം തന്നെ JP-യെയും JP-ക്കൊപ്പം തന്നെ ഗാന്ധിയെയും ഒക്കെ നമുക്ക് ചേർക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ സാധ്യത നമുക്കുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു മാർക്സിസ്റ്റ് വീക്ഷണം മാത്രമല്ല എന്നൊരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇനി രാഷ്ട്രീയാരോപണം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉന്നയിക്കരുത്. സംശയവും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ്സ് വെരി ക്ലിയർ.